ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ബീഫ് കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇപ്പോഴത്തെ ട്രെൻഡിങ് ട്രെൻഡിങ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ചെറിയ ഉള്ളിയും അതുപോലെ വറ്റൽമുളകും ചേർത്തിട്ടുള്ള ബീഫ് റെസിപ്പി. അപ്പോൾ ഞാൻ അതിന് ആവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. അതെല്ലാവരും ചേർക്കുന്നില്ല, എനിക്കിത്തിരി അതും കൂടി വേണമെന്ന് തോന്നി ചേർക്കുന്നുണ്ട്. കുക്കറിലാണ് കേട്ടോ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത്. വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ചെറിയ ഉള്ളിയില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ചെറിയ ഉള്ളി നല്ലപോലെ വഴണ്ട് വരുന്ന സമയത്ത് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയില്ലേ അതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴണ്ട് വരുന്നത് മൂത്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമുക്ക് പിന്നീട് ടേസ്റ്റ് നോക്കിയിട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ഇവിടെ കുറച്ച് വറ്റൽമുളക് എടുക്കുന്നുണ്ട്. അപ്പോൾ വറ്റൽമുളക് നന്നായിട്ട് ചൂടാക്കിയ ശേഷം ചൂട് പോയിട്ട് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ക്രഷ് ചെയ്തെടുക്കുക. അത് ഞാനിവിടെ ഒരു 3 മുതൽ 4 സ്പൂൺ വരെ ആഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എനിക്കതിൻ്റെ എരിയും അതിൻ്റെ കളറൊക്കെ എങ്ങനെ വരുമെന്ന് ഒരു പിടുത്തമില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ബീഫും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എരിയും, അതായത് ആ ഒരു മുളകിൻ്റെ ആ ഒരു എരിയാണ് വരുന്നത്. പച്ചമുളക് നമ്മൾ ആഡ് ചെയ്യുന്നില്ല, വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല, മസാലകളോ ഒന്നും തന്നെ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് നമുക്ക് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളവും കൂടി ചേർത്ത ശേഷം നമുക്ക് ഇത് വേവിക്കാനായിട്ടൊന്ന് മൂടി വെച്ച് വിസിലേൽപ്പിച്ചെടുക്കാം. അപ്പോൾ വിസിൽ കേട്ട് വന്നപ്പോൾ ഞാനൊരു 6 വിസിലടുപ്പിച്ച് കേൾപ്പിച്ചു കേട്ടോ. അപ്പോൾ ഇത് വിസിൽ കേട്ട് വന്നതിന് ശേഷം ഈ ഒരു കളറാണ് ആ ഒരു ഇറച്ചിയുടെ പുറത്ത് വന്നത്. ആ റെഡിഷ് കളറൊക്കെ മൊത്തത്തിലുണ്ടെങ്കിലും ആ ഒരു ബീഫിൽ കളർ പിടിച്ചിട്ടില്ല. അപ്പം ഞാൻ അത്ര ഒരു സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. പക്ഷേ ഇത് ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കുക്കറിൽ നിന്ന് നേരെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി അതിന് നന്നായിട്ട് നല്ല കറി വറ്റിച്ച് നന്നായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതായത് വഴറ്റി എടുക്കാൻ പറ്റും. അപ്പോഴാണ് കേട്ടോ ഇത് ശരിക്കും ടേസ്റ്റ്. ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ അതായത് നിങ്ങൾക്ക് ഇനി എരിയൊക്കെ വേണമെങ്കിൽ കുരുമുളകും ഒക്കെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ വേറെ ഒന്നും ചേർത്തില്ല കേട്ടോ, കുരുമുളകും ഒന്നും ചേർത്തില്ല. നല്ല ചൂടോടുകൂടി തന്നെ പൊറോട്ടയോട് കൂടി ടേസ്റ്റ് ചെയ്തോട്ടെ. അടിപൊളി ടേസ്റ്റായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. നല്ല കിഡിലൻ റെസിപ്പിയാണ് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈസി റെസിപ്പി എന്നൊക്കെ പറയാം. ബീഫ് കൊണ്ടുള്ള ഒരു ഈസി റെസിപ്പി തന്നെയാണ്.